അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് അറസ്റ്റിലായിരിക്കുന്നു. കണ്ണൂരിൽ നിന്നാണ് NIA സംഘം സവാദിനെ അറസ്റ്റ് ചെയ്ത് വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, 13 വർഷം കഴിഞ്ഞിരിക്കുന്നു, സവാദിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പല തരത്തിലുള്ള അന്വേഷണം നടന്നു. ഇപ്പോൾ സവാദ് കണ്ണൂരിൽ നിന്ന് പിടിയിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. രജനി, അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ തൊടുപുഴ ന്യൂമോൺ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ്, നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം 13 വർഷമായി ഇയാൾ ഒളിവിലാണ്. മറ്റു പ്രതികളെല്ലാം തന്നെ പിടിയിലായ ഘട്ടത്തിൽ പോലും സവാദ് ദേശീയ അന്വേഷണ ഏജൻസിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് വിദേശത്തും സ്വദേശത്തുമായി കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് കണ്ണൂരിൽ നിന്ന് സവാദിനെ പിടികൂടുന്നത്. ഈ കൃത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്, അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യ പങ്കാളിയായ ആളാണ് ഈ സവാദ്. സവാദിന്റെ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. ഈ ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിക്കപ്പെടുന്നു. അതിനുശേഷം അതിനുള്ള ശിക്ഷ തങ്ങൾ തന്നെ നടപ്പിലാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതികൾ ഗൂഢാലോചന നടത്തുന്നത്, അത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നത്, അധ്യാപകനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിലെല്ലാം തന്നെ സവാദിന്റെ മുഖ്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നീട് MK നാസർ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾ പിടിയിലായപ്പോൾ സവാദുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പിടിയിലാവുകയും അവരെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്ത ഘട്ടത്തിൽ പോലും സവാദിലേക്ക് അന്വേഷണം എത്തിയില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ സവാദ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടെ വിദേശത്ത് പരിശോധന നടത്തുകയായിരുന്നു. പാകിസ്ഥാനിലുണ്ട് എന്ന ചില വിവരങ്ങൾ ലഭിച്ചു. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്നു, ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിനിടയിൽ ഇയാൾ നേപ്പാളിലേക്ക് കടന്നതായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് 13 വർഷത്തിന് ശേഷം സവാദ് പിടിയിലായിരിക്കുന്നത്. സവാദിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് 13 വർഷം മുമ്പ് ഇയാളുടെ ഒരു ഫോട്ടോ മാത്രമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരായിരിക്കെ അന്ന് എടുത്ത ഒരു ഫോട്ടോ, നിരോധിത ഭീകരവാദ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് എടുത്ത ഒരു ഫോട്ടോ മാത്രമായിരുന്നു സവാദിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ഫോട്ടോയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാത്രം വെച്ചുകൊണ്ടായിരുന്നു സവാദിനായി അന്വേഷണം നടത്തിയത്. സവാദ് മുണ്ടശ്ശേരി വീട്, അശമന്നൂർ, പെരുമ്പാവൂർ, 37 വയസ്സ് എന്നൊരു വിവരം മാത്രമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഫോട്ടോ പോലും കൃത്യമായിരുന്നില്ല. എന്നാൽ വ്യാപകമായി തന്നെ ഇയാൾക്കായി അന്വേഷണം നടത്തി. കാരണം സവാദിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവിരുദ്ധ സംഘടനകളുമായി ബന്ധമുണ്ട്. ഭീകരവാദ സംഘടനയിൽ ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നിരോധിത ഭീകരവാദ സംഘടനയിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ പലതും ആസൂത്രണം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇയാൾ കൃത്യമായി നടത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ മറ്റു പ്രതികൾ അറസ്റ്റിലായപ്പോൾ ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് UAP അടക്കമുള്ള കുറ്റങ്ങൾ, UAP അടക്കമുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെല്ലാം തന്നെ ചുമത്തി. അതിലേതാനും പേരൊഴികെ ഭൂരിഭാഗം പേരും ജീവപര്യന്തം അടക്കമുള്ള തടവുകൾക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും കുറ്റപത്രം സമർപ്പിക്കുകയും പല പ്രതികളും ശിക്ഷിക്കപ്പെടുകയും എല്ലാം ചെയ്ത ഘട്ടത്തിൽ പോലും സവാദ് ഒളിവിലാണ്. ഇനി കണ്ണൂരിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ച ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മാത്രമല്ല അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കൂടി കടക്കുന്നുണ്ട്. കാരണം സവാദിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്തത്, ആരെല്ലാമാണ് അല്ലെങ്കിൽ പിടിയിലായതിനപ്പുറമുള്ള ആളുകളുടെ ഗൂഢാലോചനയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ അത്തരം വിവരങ്ങൾ എല്ലാം തന്നെ സവാദിന് മുന്നിലാണ് ഉള്ളത്. സവാദിനെ സംബന്ധിച്ചിടത്തോളമാണ് അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുക എന്നതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഈ സവാദിനെ മുൻനിർത്തി നമ്മൾക്ക് അല്ലെങ്കിൽ NIA എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്ന വർഷം എന്ന് പറയുന്നത് 2010 ജൂലൈ 4-നാണ്. അല്ലല്ല, കുറ്റകൃത്യം നടന്ന 2010 ജൂലൈ 4-നാണ്. അപ്പോൾ തന്നെ ഇയാൾ ആലുവയിൽ നിന്നും ബംഗളൂരുവിലേക്ക് കടന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിനുശേഷം മറ്റ് വിദേശ രാജ്യങ്ങൾ കടന്നു. ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ പല രാജ്യങ്ങൾ, അതായത് സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടങ്ങളിലൊക്കെ തന്നെ ഈ NIA വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. റോയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക ഇയാളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള സാധ്യതകളൊക്കെ തന്നെ മുൻനിർത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കെയാണ് കണ്ണൂരിൽ നിന്നിപ്പോൾ NIA അദ്ദേഹത്തെ പിടിച്ചെടുത്തിരിക്കുന്നത്, ഈ സവാദിനെ പിടികൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇയാളിൽ നിന്ന് ഇനി കൂടുതലായിട്ട് അറിയാനുള്ളത്, ഇയാൾ കേരളം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അപ്പം ഈ കാലയളവിൽ ഇയാളെ സംരക്ഷിച്ചു പോകുന്ന ആളുകൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കേന്ദ്രങ്ങൾ അടക്കം പരിശോധിക്കേണ്ടിയിരിക്കില്ലേ? ജിജീഷിലേക്ക് വരാം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
ശ്രീമതി ശശികല ടീച്ചർ, ഇപ്പോൾ നിർണായകമായ ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു. കണ്ണൂരിലാണ് NIA സവാദിനെ പിടികൂടിയത്. സംഭവം നടന്നു 13 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സവാദിനെ പിടികൂടുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ നാണക്കേട് തോന്നുന്നു. കാരണം ഈ വട്ടമുള്ള ഒരു കേരളത്തിനകത്ത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതും ഒരു നിന്ദ, ഇത്രയും വലിയൊരു ഒരു ഗുരുനാഥന്റെ ഒരു കൈവെട്ടിയിട്ട് 13 വർഷം വേണ്ടി വന്നു നമുക്ക് നമ്മുടെ പ്രതിയെ പിടിക്കാം. അപ്പോ ആ കുറ്റവാളികളും ഇവിടുത്തെ ഭരണ സംവിധാനവും തമ്മിലുള്ള, നമുക്കറിയാം ഇതിനിടയിൽ 2 മുന്നണികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 മുന്നണികളാണെങ്കിലും അവരും ഈ കുറ്റവാളികളും തമ്മിലുള്ള ആ ഒരു ലിങ്ക് എത്രത്തോളം കടുത്തതാണ് എന്നുള്ളതിലേക്കാണ് ഇത് തെളിയിക്കുന്നത്. ഈ ലോകം മുഴുവൻ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുന്നയാള് ഇത് കേരളത്തിനകത്ത് സംരക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാല് അതിപ്പരമൊരു നാണക്കേട് നമുക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ചെല്ലുന്നിടത്തൊക്കെ തന്നെ അവരെ ഒരു സംശയത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇനി ഇപ്പോ പല രാജ്യങ്ങൾക്കും, പല ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ വിസ കൊടുക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നാളെ മലയാളിക്ക് കിട്ടില്ല എന്നൊരു സ്ഥിതി വരും. കാരണം കുറ്റവാളികളെ സംരക്ഷിക്കുന്നവരുമാണ് ഇവിടെയുള്ളവര് എന്നൊരു ധാരണയാണ് ഇതിന്നുണ്ടാക്കുക. 13 വർഷത്തിന് ശേഷം ഇപ്പൊ കണ്ണൂരുണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടുത്തെ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും NIA വന്ന് അത് പൊക്കേണ്ടി വന്നു എന്നും പറഞ്ഞാൽ ഭരണകൂടവും അവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് തീർച്ചയായും നമുക്കെല്ലാം ഭീഷണിയാണ്. മൊത്തം മലയാളിക്ക് നാണക്കേടുമാണ്, നമുക്കെല്ലാം ഭീഷണിയുമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമടക്കം നടന്ന വ്യാപകമായ അറസ്റ്റുകളൊക്കെ നടന്നിട്ടും ഇദ്ദേഹം അവിടെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് തന്നെ തോന്നുന്നു. ടീച്ചർ, അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. കാരണം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഭവം കാണാനില്ല. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ അതിന്റെ വേരോട്ടം സജീവമാണ്. കേരളത്തിൽ അവരുടെ മുഖമാണ് ഇവിടുത്തെ CPM. ഇപ്പോ പ്രത്യേകിച്ച് ഇവര് വിട്ടാൻ പറ്റിയൊരു പിടിക്കും, സംശയമൊന്നുമില്ല. അവ 2 കൂട്ടരും ഇവരെ സംരക്ഷിക്കുന്നതിൽ മത്സരിക്കുകയാണ്. ഇവരുമായി വേദി പങ്കിടാനാകട്ടെ, അവർക്ക് എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുക, ഇതിനൊക്കെ 2 കൂട്ടരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. ഈ കണ്ണൂർ നമ്മൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു RSSന്റെ ഒരു ശാഖ എവിടെയെങ്കിലും തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു സ്വയംസേവകൻ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയാന്, ഇതിനൊക്കെ ഇവർ 2 കൂട്ടരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ കണ്ണൂരാണ് ഇവർ സംരക്ഷിച്ചത്. കണ്ണൂർ ഞങ്ങളറിയാതെ ഈച്ചവാറില്ല എന്നൊക്കെയാണ് CPMന്റെ ഏറ്റവും വലിയ, പലപ്പോഴും നമ്മൾ അവരുടെ വിലവീര്യമായിട്ട് പറഞ്ഞു കേൾക്കാറ്. ഞങ്ങളറിയാതെ കണ്ണൂർ ഒരു ഈച്ച പാറില്ല. അപ്പൊ അവരുടെ കേന്ദ്രങ്ങളിലല്ലേ സംരക്ഷിക്കപ്പെട്ടത്. അവരെന്തുമാത്രം ദേശീയ ശക്തികൾക്കെതിരെ അവരുടെ ഊർജം ചെലവഴിക്കുന്നു, അതിന് ഭരണ സംവിധാനം മൊത്തം അതിനെതിരെ തിരിക്കുന്നു. അല്ലെങ്കിൽ തുറന്ന വെല്ലുവിളികൾ വരെ നടത്തുന്ന ആളുകളുണ്ട്. അവർക്കെതിരെ പോലും നടപടികൾ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. തീർച്ചയായും അവർക്ക് അതായത് പരസ്യമായി വെല്ലുവിളി നടത്തി എന്ത് തന്നെ പ്രവർത്തനം നടത്തിയാലും, കാരണം ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ആകെ മാനദണ്ഡം അതാണ്, ഇന്ത്യക്കെതിരെ നിൽക്കണം, ഇന്ത്യയുടെ പുരോഗതി തടസ്സപ്പെടുത്തണം, ഇന്ത്യയുടെ വളർച്ച, ലോകരംഗങ്ങളിൽ ഇന്ത്യയെ എങ്ങനെയൊക്കെ നാണം കെടുത്തണം, അതിനൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവിടെ അഭയം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അധ്യാപകനെ സംരക്ഷിക്കാൻ കഴിയാതെ നമ്മൾ പിന്നെ എന്താണ് ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? എന്താ നമ്മൾ വിദ്യാർത്ഥികളോട് എന്താണ് പറയുന്നത്? ഒരു അധ്യാപകന്റെ കൈവെട്ടിയ ഒരു പ്രതിയെ പോലും നമ്മൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാണക്കേടൊന്നുമില്ല. ഇതിപ്പോ നമ്മള് മറ്റേ മഹാരാജാസ് കോളേജിലെ സംഭവത്തിൽ നമ്മൾ കണ്ടതാണിത്. വർഗീയത തൊലയട്ടെ എന്ന് ചുമര് മുഴുവൻ എഴുതി വെച്ചതല്ലാതെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം സഖാവ് കൊല്ലപ്പെട്ടിട്ട് ആകെ നടന്നത് പിരിവും ചുമരെഴുത്തും മാത്രമാണ്. അവരും ഒരുപക്ഷെ സംരക്ഷിക്കപ്പെട്ടത് ഇവരുടെയൊക്കെ മാളങ്ങളിൽ തന്നെയാകാം. ഇത് ഗതികെട്ട അവസ്ഥയിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാവുന്നത്. ശരി, വളരെ നന്ദി. ശ്രീ KP ശശികല ടീച്ചർ പ്രതികരിച്ചതിൽ ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, ഈ കുറ്റകൃത്യം നടന്ന 2010 ജൂലൈ 4 സവാദിനെ അവസാനമായി കണ്ടു എന്ന് പറയുന്നത് ഈ കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിൽ മാത്രമായിരുന്നു. അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് സവാദ് അന്ന് കടന്നു കളഞ്ഞതുപോലും. ഇത്രയും വർഷം നീണ്ട അന്വേഷണം, അതും അവസാനം ഇത് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. ഇനി ഈ സവാദിന് ആരൊക്കെയാണ് സംരക്ഷണം ഒരുക്കിയത് എന്നൊക്കെ ഉള്ള രീതിയിൽ അന്വേഷണം പുരോഗമിക്കേണ്ടതല്ലേ? രജനി, ഇനി ദേശീയ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താനുള്ളത് സവാദിന് ഈയുള്ള കാലം അത്രയും ഒളിത്താവളം ഒരുക്കിയ ആളുകളാണ്. കാരണം കേരളം നേരത്തെ തന്നെ ഭീകരവാദ കേന്ദ്രങ്ങളുടെ താവളമാകുന്നു, ഭീകരവാദ സംഘടനകൾക്ക് താവളം ഒരുക്കുന്ന കേന്ദ്രമാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ കർശനമായ നടപടി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള നിരോധിത ഭീകരവാദ സംഘടനകൾക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പോലും കേരളം മെല്ലേപ്പോക്ക് നയവും മൃദു സമീപനവും സ്വീകരിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു കൃത്യമായി അവരെല്ലാവരും തന്നെ ഒരു പ്രധാനപ്പെട്ട ഒളിത്താവളം എന്ന നിലയിലും തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിത കേന്ദ്രം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് അകത്തു വെച്ച് തന്നെ ഈ സവാദ് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലാകുമ്പോൾ, കാരണം രാജ്യത്തിന് പുറത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന് പുറത്ത് പോയതിനു ശേഷം തിരിച്ചു വന്നതാണോ എന്നതിലേക്ക് ചോദ്യം ചെയ്യൽ ലഭിക്കണം. അത് മാത്രമല്ല, ഇവിടെ ആരെല്ലാമാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണ കവചം ഒരുക്കിയത്, ആരുടെയെല്ലാം സംരക്ഷണയിലാണ് ഇത്രയും കാലം ഒളിച്ചു നിന്നത്? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിലായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഓരോ സ്ഥലത്തും ഇയാൾക്ക് സുരക്ഷിത താവള കേന്ദ്രങ്ങൾ ഒരുക്കിയത് ആരെല്ലാമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരണം. കാരണം മറ്റ് ആളുകൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ പോലും ഇതിൽ നിന്നെല്ലാം, ഈ വിചാരണയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു സജിൽ. കൃത്യമായി തന്നെ ഒളിവിൽ പാർത്തുകൊണ്ട് ചോദ്യം ചെയ്ത അറസ്റ്റിലായ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ, മുമ്പ് അറസ്റ്റിലായ മറ്റു പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴൊന്നും സജിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ പങ്കുവച്ചില്ല എങ്കിൽ, മാത്രമല്ല സജിലിനെ കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന കാര്യമായിരുന്നു, പ്രധാനമായും സവാദിനെ കുറിച്ച് അറിയില്ലെന്ന കാര്യമായിരുന്നു സജിലാണെങ്കിലും നാസർ ആണെങ്കിലും ഷഫീഖ് അടക്കമുള്ള പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നത്. ഈ കേസിൽ ഏതാണ്ട് സജിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, പിന്നീട് ശിക്ഷിക്കപ്പെട്ടു. നാസർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, ശിക്ഷിക്കപ്പെട്ടു. ഒപ്പം തന്നെ നിരവധി ആളുകൾ നൌഷാദിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നാൽ UAP ഒഴികെയുള്ള വകുപ്പുകൾ ഇയാൾക്ക് മേൽ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടുകയും ഏതാനും പേർ മാത്രം വെറുതെ വിടുകയും ചെയ്യപ്പെട്ട ഘട്ടത്തിൽ പോലും ഇനി പ്രധാനമായും സവാദിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വകുപ്പുകൾ അടക്കം, UAP അടക്കമുള്ള വകുപ്പുകളായിരുന്നു മറ്റു പ്രതികൾക്കെതിരെ ചുമത്തിയത്. അതെല്ലാം തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടുപ്രതിയായ സവാദിലും ഈ വകുപ്പുകളെല്ലാം തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അത്തരത്തിൽ തന്നെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. എല്ലാ ഘട്ടത്തിലും സവാദിന്റെ ഒരു ഗൂഢാലോചന തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അധ്യാപകന്റെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ സംഘടനയുടെ ആളുകൾ അന്ന് നടത്തിയിരുന്നത്. അതിനുവേണ്ടി വലിയൊരു ആസൂത്രണം തന്നെ അവർ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കൃത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ഭീകരവാദത്തിന്റെ വേരുകൾ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന കാര്യം ലോകത്തിന് തന്നെ, രാജ്യത്തിനാകെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പോന്നതായിരുന്നു ഭീകരവാദത്തിന്റെ ആ ഒരു ആഴ്ന്നിറങ്ങിയ വേരുകൾ എന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി അങ്ങനെ അന്വേഷണം നടക്കുന്നു. പിന്നീട് ദേശീയ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നു. അതിനുശേഷമാണ് പ്രധാനമായും ഇതിലെ നിർണായകമായ വിവരങ്ങൾ പലതും ലഭിക്കുകയും ചെയ്യുന്നത്. വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ, നമുക്കറിയാം, ഒക്ടോപ്പസ് ഓപ്പറേഷനൊക്കെ തന്നെ, അതിനിടയിൽ പോലും ഈ സവാദിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു സംരക്ഷണം കേരളത്തിൽ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് തന്നെ പറയാം. മറ്റൊന്ന് എന്ന് പറയാൻ നമുക്കിവിടെ എടുത്തു പറയേണ്ടത്, ഈ സവാദ് വിദേശത്ത് കടന്നതിന് ശേഷമാണോ പിന്നെയും കേരളത്തിൽ എത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സവാദിനെ എങ്ങനെയാണ് വിദേശത്തേക്ക് കടക്കുവാൻ ഉള്ള സഹായങ്ങൾ, അത് ആരൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ തന്നെ അന്വേഷിക്കേണ്ടില്ലേ? ജിയേഷിലേക്ക് എത്താം. ഇപ്പോൾ സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്, BJP നേതാവ്. ശ്രീ സന്ദീപ് വാര്യർ, 13 വർഷത്തിന് ശേഷം ഈ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 1-ാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു, NIA പിടിയിലായിരിക്കുന്നു. അതും നമ്മുടെ കേരളത്തിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു സാമൂഹിക പ്രത്യാഘാതമുണ്ട്. ജോസഫ് മാഷോട് കേരള സമൂഹവും അന്ന് ഭരിച്ചിരുന്ന സർക്കാരും ചെയ്തിട്ടുള്ള മറക്കാനാവാത്ത, പൊറുക്കാനാവാത്ത ഒട്ടേറെ അനീതികളുണ്ട്. ആ അനീതികളുടെയൊക്കെ ഒരു പര്യവസാനം എന്നുള്ള നിലയ്ക്ക് ഇന്ന് അതിന്റെ അവസാനത്തെ പ്രതിയെയും പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പോലും ജോസഫ് മാഷിനെ കൈവെട്ടിയിട്ടുള്ള ആസുരിക ശക്തികൾ അവർ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ വിത്തുകൾ ഇന്നും കേരളത്തിന്റെ സമൂഹത്തിൽ പല ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ 1-ാം പ്രതിക്ക് ഇത്രയും കാലം ഉള്ളിൽ താമസിക്കാനും നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ രണ്ടുപേരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവരെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ വരുന്ന സമയത്ത് ജോസഫ് മാഷെ കൈവെട്ടിയ കേസിലെ പ്രതി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വലിയ തോതിലുള്ള പിന്തുണ ഈ കൈവെട്ടിയിട്ടുള്ള മത ഭീകരവാദികൾക്ക് കേരളത്തിൽ ലഭിച്ചു. അത് രാഷ്ട്രീയമായിട്ടും ലഭിച്ചു, രാഷ്ട്രീയതരമായിട്ടും ലഭിച്ചു, മതസംഘടനകളുടെ ഭാഗത്ത് ലഭിച്ചു എന്നുള്ളതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരം ചിന്തശക്തികളുടെ സ്വാധീനം ഇപ്പോഴും കേരള സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന സമീപനത്തിൽ നിന്ന് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ പിന്മാറിയിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു കാശ്മീർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കാശ്മീരിന്റെ സ്ഥിതി വേറെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. കാശ്മീരിലെ തീവ്രവാദത്തെ അടിച്ചമർത്താൻ സാധിച്ചു. പക്ഷെ കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബായി, ലോകത്തിലെ തന്നെ തീവ്രവാദത്തിന്റെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വീണ്ടും കേരളത്തെ കോൺഗ്രസിന് എത്തിക്കും. എന്തായാലും ആശ്വാസകരമാണ്. ഒരു പ്രതിയെ, അവസാനത്തെ പ്രതിയെ പിടിച്ചിരിക്കുന്നു. ജോസഫ് മാഷ്ക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് പകരം വെക്കാനായില്ലെങ്കിൽ പോലും നീതി ലഭ്യമാക്കുക എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിലേക്ക്. ജിജീഷിലേക്ക് തന്നെ പോവുകയാണ്. ജിജീഷ്, ഇതിനിടയിൽ NIA ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സവാദിന് വേണ്ടിയിട്ട്. ഒപ്പം ഈ പാരിതോഷികം അടക്കം പ്രഖ്യാപിച്ചു. അപ്പോഴൊന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അധ്യാപകൻ TJ ജോസഫ് തന്നെ നമുക്ക് കണക്ട് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ TJ ജോസഫ്, കേൾക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒന്നാം പ്രതി, താങ്കളെ ആക്രമിച്ചതിൽ ഒന്നാം പ്രതിയായ സവാദാണ് കണ്ണൂരിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. NIA പിടികൂടിയിരിക്കുകയാണ് സവാദിനെ. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു പൗരൻ എന്ന നിലയിൽ ഒരു കേസിലെ പ്രതി, അതും 10-13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരു പ്രതിയെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇരയെന്ന നിലയിൽ എനിക്ക് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തോ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഒരു കൗതുകമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറയുന്ന ഒന്നാം പ്രതിയായിട്ട് ഗണിക്കുന്ന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ആള്, ഈ സവാദ്, എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആളെന്ന നിലയിലാണ് ഒന്നാം പ്രതിയായിപ്പെടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചും ഇതിലെ മുഖ്യ പ്രതികൾ ഇവരൊന്നുമല്ല. ഈ കേസ് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നവരാണ്. ഈ പറയുന്ന സവാദിനെ പോലെയുള്ളവരെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നവരാണ്. പക്ഷെ അവരൊന്നും ഈ കേസിന്റെ പ്രത്യക്ഷത്തിലേക്കൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെ ആക്രമിച്ച, ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളാണ് ഈ ഒന്നാം പ്രതി. ഇപ്പോൾ ശരിക്കും ഇദ്ദേഹം ഒരു ഉപകരണമാണ്. എന്നെ വെട്ടാൻ ഉപയോഗിച്ച മഴുവിനെ പോലെ അല്ലെങ്കിൽ വാക്കത്തിയെ പോലെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പ്രതിയോട് പ്രത്യേകിച്ച് ഒരു പകയോ അങ്ങനെയുള്ള ഒരു മനോഭാവവുമില്ല. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, ഇത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നവരാണ്. ആരുടെ മസ്തിഷ്കത്തിൽ നിന്നാണോ ആ തീരുമാനം വരുന്നത് അവരാണ് യഥാർത്ഥ പ്രതികൾ, യഥാർത്ഥ കുറ്റവാളികൾ അവരാണ്. പക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ ഒരു രീതി അനുസരിച്ച് ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഈ കുറ്റകൃത്യം ആര് നടത്തിയോ അതിലേറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ആളെന്ന നിലയിൽ മാത്രമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചും ഇതിലെ മുഖ്യ പ്രതികൾ ഈ എന്നെ ആക്രമിക്കാനും വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരാണ്. ഇവരെയൊക്കെ നിയോഗിച്ചവരാണ്. അവര് ഈ കേസിൽ ഇതുവരെയും ഉൾപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ നിയമ രീതി അനുസരിച്ച്, നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ആക്രമിച്ചവരാണ് മുഖ്യപ്രതികൾ. അതിൽ ഒന്നാം പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നറിയുന്നതിൽ ഒരു പൗരൻ എന്ന നിലയിൽ, ഇവിടുത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൗതുകമുണ്ട്. ഏതായാലും വളരെ കാലമായിട്ട് പിടികിട്ടാതെ ഇരുന്ന ഒരു പുള്ളിയെ പിടിച്ചതുകൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പോഴും അവരുടെ ബാധ്യതയായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ആ പ്രതിയെ കുറിച്ചുള്ള അന്വേഷണം അവർ തുടർന്ന് പോരുകയായിരുന്നു. പ്രതിയെ പിടിക്കുന്നവർക്ക് ഇനാമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും അവർക്ക്, ഈ കേസ് അന്വേഷിക്കുന്ന നിയമപാലകർക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഈ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുവിധമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതികളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരു നിയമത്തെയൊക്കെ ആദരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്കും ഒരു അഭിമാനമുണ്ട്. അതിൽ കൂടുതൽ, അതായത് ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു മനോഭാവം മാത്രമേ ഉള്ളൂ ഈ കേസിൽ. അല്ലാതെ ഇത് എന്ന നിലയിൽ എനിക്ക് ഈ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ ഭാവഭേദവുമില്ല. ശരി, വളരെ നന്ദി ശ്രീ TJ ജോസഫ് പ്രതികരിച്ചതിൽ. ജിജീഷ് ലൈനിലുണ്ടാകുമെന്ന് കരുതുന്നു. ജിജീഷ്, ഇപ്പോൾ ഇരയായ TJ ജോസഫ് നമ്മളോട്, അതായത് മാസ്റ്റർ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന TJ ജോസഫ് തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ് നമ്മൾ കേട്ടത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ സവാദിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ കേസിലെ കണ്ണികൾ, ഇതിന് പിന്നിലായിട്ട് നിരവധി പേരുണ്ട്, അവരെയാണ് വേരോടെ പിഴുതെറിയേണ്ടത്.
രജനി, പ്രൊഫസർ TJ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആയുധം അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ ആയുധമാക്കിയ മുന്നിൽ നിർത്തിയ ഒരാൾ മാത്രമാണ് സവാദ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തെ വെട്ടാൻ ഉപയോഗിച്ച മഴു എന്നതുപോലെ തന്നെയുള്ള ഒരു ഉപകരണമായിരുന്നു സവാദ് എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ മറ്റ് ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്ന് തന്നെയാണ് പ്രൊഫസർ TJ ജോസഫും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ കേസിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സവാദിൽ ഒന്നാം പ്രതി സവാദിൽ അവസാനിക്കുന്നതല്ല, അത് സവാദിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, സവാദിനെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ച ആളുകൾ, സവാദിന് അതിന് പ്രചോദനമായ ആളുകൾ, സവാദിന് മേൽ നിരന്തരമായി തന്നെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുത്തിവെച്ചിട്ടുള്ള മതവിദ്വേഷ ചിന്തകൾ കുത്തിവെച്ചിട്ടുള്ള മറ്റ് ആളുകളുണ്ട്. അവരിപ്പോഴും സമൂഹത്തിൽ സ്വതന്ത്രരായി വിലസുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മതഭീകരത രാജ്യത്താകെ പടർന്നു പിടിക്കുന്നതിന് വേണ്ടി ഇടയാക്കി അല്ലെങ്കിൽ അത്തരം ആശയങ്ങളുടെ പ്രചാരകരായി മാറിയ ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ സ്വതന്ത്രരായി വിലസുകയും ചെയ്യുന്നു. അവിടെയാണ് സവാദിനെ പോലുള്ള ആളുകൾക്ക് ഒപ്പം തന്നെ തുല്യ പങ്കാളിത്തമാണ് ഇത്തരം ആളുകൾക്കുമുള്ളത്. കാരണം സവാദിനെ ഇനി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ എത്രമാത്രം, കാരണം കൃത്യമായി തന്നെ പരിശീലനം ലഭിച്ച ഒരു കുറ്റവാളിയാണ്, പരിശീലനം ലഭിച്ച ആയുധ പരിശീലകനാണ്, ആക്രമണകാരിയാണ്. ഒരാൾ മാനസികമായി തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും, കൃത്യമായി തന്നെ അന്വേഷണവുമായി സഹകരിക്കും, പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടും എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഉറപ്പില്ല എങ്കിൽ കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ എന്ന് പറയുന്നത് സവാദിനെ ഇത്തരം ഒരു കൃത്യത്തിന് വേണ്ടി നിയോഗിച്ചത് ആരെല്ലാമാണ്, അതിന്റെ ഒപ്പം തന്നെ അതിനുശേഷം ഇയാൾക്ക് വേണ്ടി ഒളിവിൽ പോകാൻ വേണ്ട സഹായങ്ങൾ ചെയ്തത്. കാരണം ആദ്യം 4 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട തലയ്ക്ക് 4 ലക്ഷം രൂപ വിലയിട്ട ദേശീയ അന്വേഷണ ഏജൻസി വിലയിട്ട ആളാണ് സവാദ് കണ്ടെത്തി കൊടുക്കുന്ന ആളുകൾക്ക്. അതിനുശേഷം 10 ലക്ഷമായി അത് ദേശീയ അന്വേഷണ ഏജൻസി ഉയർത്തി. കാരണം അത്രമാത്രം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ന്യൂമാൻ കോളേജ് അധ്യാപകൻ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദിനെ പിടികൂടിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നാണ് NIA സംഘം പിടികൂടിയത്. 13 വർഷത്തിന് ശേഷമാണ് ഈ ഓപ്പറേഷൻ നടന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും. ഒപ്പം പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി.